മല്ലിക സുകുമാരനോട് വളരെയധികം ഇഷ്ടമുള്ള ആളുകൾ തന്നെയാണ് മലയാളി പ്രേക്ഷകർ. അതിലൊരു സംശയവുമില്ല. ഇപ്പോഴിതാ മല്ലിക സുകുമാരൻ വിഷു വിശേഷങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ്. പണ്ടൊക്കെ കാലത്ത് കാർണവന്മാരിങ്ങനെ കസേരയിൽ ഇരുന്നു കൊണ്ട് പിള്ളേരെ ഓരോരുത്തരെയായി വിളിക്കും. അവർക്ക് 10 രൂപയൊക്കെ കൊടുക്കും. 10 രൂപ എന്താകാനാ എന്ന മട്ടിൽ നമ്മൾ വാങ്ങിച്ചിട്ട് ചോദിക്കുകയും ചെയ്യും. അച്ഛനും അപ്പൂപ്പനുമൊക്കെ അങ്ങനെ തരുമ്പോൾ തന്നെ നമ്മൾ പരാതി പറയും. 10 രൂപയ്ക്ക് എന്ത് കിട്ടാനാ എന്ന് ഞങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ തന്നെ ശമ്പളം കിട്ടുമ്പോൾ നെഞ്ചു നേരിയിട്ടാണെങ്കിലും 100 രൂപ തരും. എന്നാൽ ഇന്ന് അതിൻ്റെയൊക്കെ പ്രാക്കായിരിക്കാം ഒരു പക്ഷേ എന്നോട് ചെറുമക്കൾ പെരുമാറുന്നത്. 100 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ എന്നോട് ചോദിക്കും, ഈ 100 രൂപയ്ക്കൊക്കെ എന്താകാനാ അച്ചമ്മേ എന്ന്. അത് വളരെയധികം രസമാണ് കേൾക്കാൻ. പക്ഷെ അപ്പോൾ തന്നെ എനിക്കെൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരും. ഞാൻ എൻ്റെ അച്ഛനോടും മുതിർന്നവരോടും പറഞ്ഞത് ഓർമ്മ വരും. ആ സമയത്ത് തന്നെ എനിക്ക് വളരെയധികം തന്നെ ഞാൻ ചെയ്തതിൻ്റെ കുറ്റമാണെന്ന് തോന്നും. ഇങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് എല്ലാവരും. മല്ലിക സുകുമാരനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെയധികം സ്നേഹമാണ് എല്ലാവർക്കും പറയാനുള്ളത്. മല്ലികയെ പറ്റി പറയുമ്പോൾ തന്നെ ചെറുമക്കളെ പറ്റിയും പറയണം. 2 മക്കളുടെ മക്കളായി ഇപ്പോൾ 3 പേരാണ് അലങ്കൃതയും കൂട്ടി അച്ചമ്മയ്ക്കുള്ളത്. എന്നാൽ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യുന്നതും അലങ്കൃതയെക്കുറിച്ച് തന്നെയാണ്. ആരോടും സംസാരിക്കാത്ത ടൈപ്പാണ് അലങ്കൃത എന്നും വളരെ ഇൻട്രോവേർട്ടായി നിൽക്കുന്ന കുട്ടിയാണെന്നും പുസ്തകങ്ങളും കവിതകളുമായി ജീവിക്കുന്ന കുട്ടിയാണെന്നും പൊതുവെ സോഷ്യൽ മീഡിയയിൽ അലങ്കൃതയെ പറ്റിയൊരു കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. എന്നാൽ അലങ്കൃത അങ്ങനത്തെ ഒരു കുട്ടിയല്ല. വേണ്ട കാര്യങ്ങൾ സംസാരിക്കുകയും വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു കുട്ടിയുമാണ്. അവളുടെ അമ്മയുടെ ബുദ്ധിയാണ് എന്ന് എപ്പോഴും മല്ലിക സുകുമാരൻ പറയാറുണ്ട്. മല്ലിക പറയുന്നത് പോലെ തന്നെ വളരെയധികം മാത്രം ചിന്തിക്കുകയും അടുത്തുള്ളവരടുത്ത് മാത്രം സംസാരിക്കുകയും ചെയ്യുന്ന പ്രകൃതം. അതിനെ ഇൻട്രോവേർട്ടൊന്നും വിളിക്കാൻ സാധിക്കില്ല. പക്ഷെ അങ്ങനെ വിളിക്കുന്നതിലും തെറ്റൊന്നുമില്ല. അലങ്കൃത വളരെയധികം കുസൃതി കാണിക്കുന്നൊരു കുഞ്ഞാണ്. അച്ഛൻ ഇങ്ങനെ ചെയ്തു, അച്ഛൻ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മല്ലികയെ വിളിച്ച് ഡാഡയുടെ കുറ്റങ്ങളൊക്കെ അലങ്കൃത പറയാറുണ്ട് എന്നാണ് ഇപ്പോൾ മല്ലിക പറയുന്നത്. അമ്മ അങ്ങനെ ചെയ്തു എന്നും അച്ഛൻ ഇങ്ങനെ ചെയ്തു എന്നും പറയാനാണ് അവൾ എന്നെ വിളിക്കുന്നത് തന്നെ. സുപ്രിയയെക്കുറിച്ച് കുറ്റങ്ങളൊന്നും പറയാറില്ല. പക്ഷെ പൃഥ്വിരാജ് അങ്ങനെ പറഞ്ഞു എന്നും രാജു ഇങ്ങനെ ചെയ്തു എന്നൊക്കെയാണ് അവൾ പറയാറുള്ളത്. അവൾക്ക് അച്ഛൻ്റെ പരാതി പറയാൻ പറ്റുന്നത് എൻ്റെ അടുത്ത് മാത്രമാണല്ലോ. അതെനിക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഞാൻ അതങ്ങൾക്ക് ക്ഷമിക്കും. ഞാൻ അവളുടെ കൂടെ കളിയും ചിരിയുമായി നിൽക്കും. അതാണ് പതിവ്. പൊതുവേ ഒരു പ്രയാസത്തോടെ തന്നെയാണ് മകൾ നിൽക്കാറുള്ളത്. എപ്പോഴും പ്രേക്ഷകർ അതിനെക്കുറിച്ച് ചിന്തിച്ച് സംസാരിക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ആ വാർത്ത ഏറ്റെടുക്കാറുമുണ്ട്. ഓരോ തവണ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്ത ഇത് മാറുന്നതും അത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ ആരാധകർക്ക് വളരെയധികം വേണ്ടപ്പെട്ടൊരു വാർത്തയും ഇത് മാറുന്നു. മല്ലിക ഇപ്പോൾ അലങ്കൃതയെ പറ്റി സംസാരിക്കുന്നത് തന്നെയാണ് എല്ലാവരും കേൾക്കുന്നത്. അലങ്കൃതയോടുള്ള സ്നേഹം വളരെയധികം തന്നെ മനസ്സിലാകുന്നുണ്ട്. അലങ്കൃതയെ പറ്റി പറയുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹം തോന്നുന്നു എന്നും പറയുന്നു. ഞങ്ങൾ വിചാരിച്ച പോലെ അല്ലല്ലോ അലങ്കൃത എന്നും അത്യാവശ്യം കുട്ടികളുടെ കുസൃതിയൊക്കെ ഉണ്ടല്ലേ എന്നാണ് പ്രേക്ഷകർ തിരിച്ചു മറുപടി നൽകുന്നത്. അത്യാവശ്യം എന്നല്ല, നല്ല രീതിയിലുണ്ട്. ബോംബെയിൽ ചെന്നതിന് ശേഷം വീഡിയോ കോൾ വഴിയാണെങ്കിലും അവളുടെ കുസൃതികളെല്ലാം ഞാൻ കൃത്യസമയത്ത് അറിയുന്നുണ്ട്. അങ്ങനെ ഒരു പാവം കുട്ടിയൊന്നുമല്ല. അവളുടെ പ്രായത്തിൻ്റെ തത്ത പക്വതയുമുണ്ട്. അതിനനുസരിച്ച് കുസൃതികളും അവളുടെ ഭാഗത്തുണ്ട് എന്നാണ് മല്ലിക പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.